ദൈവേഷമായാൽ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ കോയിപ്പുറം വില്ലേജിൽ പുല്ലാടുമുറിയിൽ കുറുവമ്പ്ലാവിൽ വീട്ടിൽ പാറമേൽ ക്രിസ്ത്യൻ ബ്രദർ സഭാംഗമായ മിസ്റ്റർ രാജു തോമസിൻ്റെ മിസ്സസ് മേഴ്സി രാജുവിൻ്റെ മകൾ കെസിയ മറിയം രാജുവും, കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്കിൽ വെസ്റ്റ് കല്ലട പഞ്ചായത്തിൽ വെസ്റ്റ് കല്ലട വില്ലേജിൽ മാവിളപ്പുത്തൻ വീട്ടിൽ വെസ്റ്റ് കല്ലട ബ്രദർ സഭാംഗമായ മിസ്സസ് സാജു പിയുടെയും മിസ്സസ് റോസമ്മ സാജുവിൻ്റെ മകൻ സാം സാജുവും തമ്മിലുള്ള വിവാഹം ദൈവഹിതമാണെന്നുണ്ടെങ്കിൽ 24 ആണ്ട് ജൂലൈ മാസം 29 തിങ്കളാഴ്ച ദിവസം രാവിലെ 10:30 മണിക്ക് വെസ്റ്റ് കല്ലട ബ്രദർ സഭയുടെ ചുമതലയിൽ ഭരണിക്കാവ് തറവാട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാൻ ഇരുഭാഗത്തുമുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ കൂടി ഇന്നേ ദിവസം, അതായത് 24/7/2024 കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് വിവാഹ രേഖ, തീരുമാനിക്കപ്പെട്ട വിവാഹരേഖ. അപ്പോൾ ആ വിവാഹത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ടും തുടർന്നുള്ള വചന ശുശ്രൂഷയുടെ അനുഗ്രഹങ്ങൾക്കായിട്ടും ഇപ്പോൾ സഹോദരൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇവാഞ്ചലിസ്റ്റ് ജോൺ വർഗീസ് പ്രാർത്ഥനയെ നമ്മെ സഹായിക്കും. ഇത്രത്തോളം നമ്മെ സഹായിച്ച ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തി പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മനോഹരമായ ദിവസത്തിന് ആ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയ ശുശ്രൂഷയോർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. രാവിലെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് യാത്ര ചെയ്ത് കടന്നു വന്ന് ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ അവിടുന്ന് ഇടയാക്കിയല്ലോ. ആ സ്തോത്രം. ആദ്യോടന്തം അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിനാ സ്തോത്രം. ആവശ്യമായ എല്ലാ ദൈവകൃപ നൽകിയാൻ ആ സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയ സാമിനായ സ്തോത്രം, പ്രിയ മകൾ കെസേയ്ക്കായ സ്തോത്രം ചെയ്യുന്നു. ഇരു കുടുംബങ്ങളെയും ഇരു സഭകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അനുവദിക്കുന്നെങ്കിൽ ഇവരുടെ വിവാഹം അടുത്ത തിങ്കളാഴ്ച ഏറ്റവും മംഗളകരമായി നടക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടുത്തേക്ക് പ്രസാദം തോന്നണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവർക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അതാത് സ്ഥലങ്ങളിൽ സ്ഥലം സഭയോട് ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂട്ടായ്മ ബന്ധം പുലർത്തുവാൻ അവിടുന്ന് കൊടുത്ത സാവകാശത്തിനായ സ്തോത്രം ചെയ്യുന്നു. അവരുടെ വളർച്ചയിൽ എത്രത്തോളം കൂടെയിരുന്നു. അവർ കൊടുത്ത തൊഴിലിനായ സ്തോത്രം, അവിടുന്ന് കൊടുത്ത ദൈവകൃപയ്ക്കായ സ്തോത്രം ചെയ്യുന്നു. അവരുടെ വിവാഹപ്രായമായപ്പോൾ തക്കതായ തുണയെ കണ്ടെത്തുവാൻ, തക്കതായ വിശ്രാമ സ്ഥലം കണ്ടെത്തുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് ഇടയാക്കിയല്ലോ. ആ സ്തോത്രം. കർത്താവെ, ഈ ദിവസങ്ങളിൽ അവരെ തുടർന്ന് അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കർത്താവെ അവരുടെ വിവാഹത്തിനായി കൂടുതലായി ഒരുങ്ങുവാൻ, പ്രാർത്ഥിക്കുവാൻ വേണ്ടുന്ന എല്ലാ ദൈവകൃപ പ്രിയ കുഞ്ഞുങ്ങൾക്ക് നൽകി അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷകളെ എത്രത്തോളം അവിടുന്ന് മാനിച്ചല്ലോ. ഞങ്ങൾ വന്ന സമയം മുതൽ ഈ നിമിഷം വരെയും അവിടുത്തെ ധാരാളമായ കൃപ അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കിയാൻ ആ സ്തോത്രം. ഇനി അല്പസമയം ഞങ്ങൾ വചനത്തിന് മുമ്പിലായിരിക്കുന്നു. അവിടുത്തെ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. വചനം സംസാരിക്കുന്ന ദാസനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. കുഞ്ഞുങ്ങൾക്കും അതുപോലെ കടന്നു വന്ന എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമായ വചനം പ്രസ്താവിക്കുവാൻ അവിടുത്തെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ നിറവിൽ ഏറിയ ദൈവകൃപയിൽ ശുശ്രൂഷ ചെയ്യുവാൻ അവിടുന്ന് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടിയിരുത്തി എല്ലാവർക്കും ആ സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് അതിലെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കട്ടെ. അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടിരിക്കുക. സ്തോത്രം. സകല മാനവും മഹത്വവും അവിടുത്തേക്ക് ഇരിക്കട്ടെ. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ബ്രദർ ഫോർ ദ പ്രയർ ആൻഡ് നൗ ഇനിയും തുടർന്ന് വചന ശുശ്രൂഷയാണ്. അതിനായിട്ട് സുവിശേഷകൻ എബ്രഹാം തോമസ് പുല്ലാടിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാനും അതിന് സാക്ഷികളായി തീരുവാനും തക്കവണ്ണം വലുവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ചു. അതോർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് നടന്ന ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മളുടെ പ്രിയ കുഞ്ഞുങ്ങൾ സാമിൻ്റെയും കെസിയുടെയും വിവാഹ നിശ്ചയ ശുശ്രൂഷയാണ്. കഴിഞ്ഞേറിയ ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി തന്നെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അനേകം പേര്, പ്രത്യേക അവരുടെ മാതാപിതാക്കന്മാർ, സഭാംഗങ്ങളൊക്കെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു. എന്നാൽ തക്ക സമയമായപ്പോൾ കർത്താവ് അതിനുള്ള വഴികളെ ഒരുക്കി. 2 കുടുംബങ്ങളെ കാണിച്ചു കൊടുത്തു. 2 വ്യക്തികളുമായിട്ടുള്ള ഉഭയസമ്മതത്തിനുള്ള
വേദി ഒരുക്കുവാനുള്ള പ്രാരംഭ നടപടികൾ ഇവിടെ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കസിയയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവൾ വളരെ ചെറുപ്പം മുതൽ തന്നെ അവളെ കാണുവാനും പരിചയപ്പെടുവാനും അവളോട് സഹകരിപ്പാനൊക്കെയും ഇടയായിട്ടുള്ള ഒരു എളിയ ദൈവദാസനാണിത്. അവർ പാറമേൽ ബ്രദറൻ ക്രിസ്ത്യൻ ചർച്ചിലാണ് സഭായോഗത്തിനും സഭയിലും പോകുന്നത് എന്നുള്ളത് ശരിയാണെങ്കിലും പ്രിയ കർത്തദാസൻ ഓർപ്പിച്ചതുപോലെ അവരെ ദൈവവചനം പഠിപ്പിക്കുവാനുള്ള വലിയ ഭാഗ്യം ഇളവിനായ എനിക്ക് ലഭിച്ചു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. മാത്രമല്ല അവളുടെ ചെറുപ്പ ദിവസങ്ങൾ മുതൽ പ്രീ പ്രൈമറി ക്ലാസ് മുതൽ തന്നെ ദൈവവചനം പഠിക്കുവാൻ പാറമേൽ അസംബ്ലിയിൽ അധികം കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് അവിടെ സൺഡേ സ്കൂൾ ഇല്ലാത്തത് കൊണ്ടും പുല്ലാട് എബനേസർ ബ്രദറൻ ക്രിസ്ത്യൻ ചർച്ചിൽ നടക്കുന്ന സൺഡേ സ്കൂളിലാണ് അവൾ ദൈവവചനം പഠിച്ചിട്ടുള്ളത്. ദൈവവചനം പഠിക്കുവാൻ ഇടയായി. മാത്രമല്ല അവളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ സ്ഥലത്തു നിന്ന് പോകുന്നത് വരെ പ്രായത്തിൻ്റെ ആ യാതൊരുവിധമായ പ്രശ്നങ്ങളും കണക്കിടാതെ തന്നെ ഹയർ ക്ലാസ്സസ് അവിടെ കടന്നു വന്ന് ദൈവവചനം പഠിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു പ്രിയ മകൾക്കുണ്ടായിരുന്നത് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അതുമാത്രമല്ല അവളുടെ ജ്യേഷ്ഠ സഹോദരിയായ ഫേബയും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അവൾക്കും ചെറിയ ക്ലാസ്സുകൾ മുതൽ ദൈവവചനം പഠിക്കുവാൻ സീനിയർ ക്ലാസ് വരെയുള്ള ആ ക്ലാസ്സുകൾ പഠിക്കുവാൻ ദൈവവചനം അഭ്യസിക്കുവാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇളയ സഹോദരിയായ ലിഡിയയെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അവൾ നേഴ്സിംഗ് പഠനത്തിന് വേണ്ടി വെളിയിലേക്ക് പോകുന്നത് വരെ അവൾക്കും ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ പഠിക്കുവാൻ ദൈവം അവസരം ഒരുക്കി എന്നുള്ളത് ഞാൻ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. വാസ്തവത്തിൽ അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രാധാന്യമായ ഒരു വിഷയമാണ് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഇന്ന് അനേക സ്ഥലങ്ങളിൽ സൺഡേ സ്കൂൾ ഇല്ലല്ലോ. കുഞ്ഞുങ്ങളുടെ അഭാവം എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. പലരും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണത്. എന്നാൽ ദൈവവചനം ചെറുപ്പം മുതലേ പഠിക്കുവാൻ ഇടയാകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. അങ്ങനെ പ്രിയ കെസിയെ മാത്രമല്ല അവളുടെ സഹോദരിമാരെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലേക്ക് പറഞ്ഞു വിട്ട് ദൈവവചനം പഠിപ്പിക്കുവാനായി ശ്രമിച്ച അവരുടെ മാതാപിതാക്കന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ രാജുവിൻ്റെയും സഹോദരൻ രാജുവിൻ്റെയും പ്രിയ സഹോദരി മേഴ്സിയുടെയും അവരുടെ കുടുംബം നിശ്ചയമായും അവരുടെ കുഞ്ഞുങ്ങൾ ദൈവവചനം അഭ്യസിക്കുന്നവരായിരിക്കണം. അവരുടെ ജീവിതത്തിൽ കർത്താവിന് മുൻതൂക്കം കൊടുത്ത് ദൈവവചനം അഭ്യസിച്ച് മുൻപോട്ട് വരുന്നവരായിരിക്കണം എന്നുള്ള വലിയ താല്പര്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ ഞായറാഴ്ചയും അതിരാവിലെ തന്നെ അവരെ വിളിച്ചുണർത്തി എഴുന്നേൽപ്പിച്ച് ഈ സൺഡേ സ്കൂളിലേക്ക് പറഞ്ഞയച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അതവരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിത അനുഭവങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഇടയായി എന്നുള്ളത് ഞാൻ വീണ്ടും ഓർക്കുകയാണ്. അവൾക്ക് രക്ഷിക്കപ്പെടുവാനിടയായി, സ്നാന ജലത്തിൽ കർത്താവിനെ സാക്ഷിപ്പാനിടയായി. അങ്ങനെ പാറമേൽ ദൈവസഭയോട് ചേർന്ന് അവിടെയുള്ള ദൈവജനത്തോട് ചേർന്ന് കർത്താവിനെ ആരാധിച്ചു പോരുവാൻ കർത്താവ് അവസരം ഒരുക്കിക്കൊണ്ടിരുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ മാത്രമല്ല പ്രിയ അസ്സാമിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ കൂടുതലായി പരിചയപ്പെടുവാൻ ഇടയായിട്ടില്ല എന്നുള്ളത് ശരിയാണെങ്കിലും ആത്മീയ പൈതൃകമുള്ള ഒരു കുടുംബത്തിൽ ജനിപ്പാൻ വലിയവനായ കർത്താവ് അവന് കൃപ ചെയ്തു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അവനും രക്ഷിക്കപ്പെടുവാനിടയായി, സ്നാന ജലത്തിൽ കർത്താവിനെ സാക്ഷിപ്പാനിടയായി. മാത്രമല്ല കല്ലടയുള്ള ദൈവജനത്തോട് ചേർന്ന് കഴിഞ്ഞ നാളുകളിൽ
കർത്താവിനെ ആരാധിച്ച് മുൻപോട്ട് പോകുവാനും ഇടയായി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഈ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. ഇനി മുതൽ അവർ ഒരുമിച്ച് ജീവിക്കും എന്നുള്ള ആ വലിയ തീരുമാനം അതവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു തീരുമാനമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിൻ്റെ നിശ്ചയ ശുശ്രൂഷയാണ് ഇവിടെ നടന്നത്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ എന്ന് ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത തിങ്കളാഴ്ച അവർ കല്ലട അസംബ്ലിയുടെ ഉത്തരവാദിത്വത്തിൽ അവർ വിവാഹിതരായി തീരുവാൻ ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ ദൈവം വച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമാണത് എന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായി കഴിയും. നമുക്കറിയാം, ഒരു വീട് പണിയുവാൻ മനുഷ്യർക്ക് കഴിയും. നമ്മുടെ കയ്യിൽ പണമുണ്ട് എന്ന് വരിയിൽ സിമെൻറ്റും ഇഷ്ടികയും കമ്പിയും കോൺക്രീറ്റും ഉപയോഗിച്ച് എത്ര വലിയ വീട് വേണമെങ്കിലും നമുക്ക് വയ്ക്കുവാൻ കഴിയും. എന്നാൽ മനുഷ്യൻ കേവലം ഒരു വീട് പണിയുമ്പോൾ അതിൽ പാർക്കുവാനുള്ള കുടുംബത്തെ പണിയുന്നത് കർത്താവാണ് എന്ന് നമുക്ക് ഓർക്കുവാനായി കഴിയും. ഇന്ന് ഇവിടെ ഒരു കുടുംബം പണി ആരംഭിക്കാനായിട്ടുള്ള തീരുമാനങ്ങൾ നാം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വളരെയധികം ദൈവ കൃപയാവശ്യമുള്ള ഒരു രംഗമാണത് എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ദൈവത്താൽ മാത്രം സംസ്ഥാപിതമാകുന്ന ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് ദൈവത്തിൻ്റെ കൃപ വളരെ വളരെ ആവശ്യമാണ് എന്ന് നമുക്ക് ഓർക്കുവാനായി കഴിയും. ഈ സമയത്തിനോടുള്ള ബന്ധത്തിൽ മോശയുടെ ജീവിതത്തിലുണ്ടായ ഒരനുഭവം എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് അവൻ്റെ ഒരു പ്രാർത്ഥനയാണ്. നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്നാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. എന്താണ് അതിൻ്റെ സാഹചര്യം എന്നൊക്കെ ഞാൻ പറയാതെ നമുക്കറിയാവുന്നതാണ്. മോശ ദൈവസന്നിധിയിലേക്ക് ആ കൽപ്പനകൾ വാങ്ങുവാനായി പർവ്വതത്തിൽ കയറിപ്പോയ കാര്യം നമുക്കറിയാം. 140 ദിവസം ദൈവത്തോട് ഒരുമിച്ച് അവിടെ ചെലവഴിച്ച ശേഷം ദൈവം തൻ്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകകൾ, 10 കൽപ്പനകൾ നിറഞ്ഞ കൽപ്പലകകൾ പിടിച്ചുകൊണ്ട് അവൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് വലിയ ആരവം പാളയത്തിൽ കേൾക്കുവാനിടയാകുന്നത്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല, പക്ഷേ അവന് കാര്യം മനസ്സിലായി. കൽപ്പനകൾ ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത് ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്നാണ്. എന്നാൽ ആദ്യത്തെ കൽപ്പന തന്നെ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം അഹ്റോന്റെ നേതൃത്വത്തിൽ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിൻ്റെ മുൻപിൽ ആർത്തട്ടഹസിച്ച് അതിനെ ആരാധിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന ചരിത്രമാണ് നമുക്കവിടെ കാണുവാനായി കഴിയുന്നത്. വാസ്തവത്തിൽ വളരെ സന്തോഷചിത്തനായിരുന്ന മോശ വളരെ വളരെ ദുഃഖിതരായി തീർന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ഭാരപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു എന്ന് നമുക്കറിയുവാനായി കഴിയും. ആ സമയത്ത് അവൻ്റെ ഒരു പ്രാർത്ഥന അടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാനായി കഴിയുകയാണ്. കർത്താവേ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയുവാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ ആദ്യം പ്രാർത്ഥിച്ചു, നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്നാണെങ്കിൽ, രണ്ടാമത്തെ അവൻ്റെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? ആ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് അവന് കിട്ടിയ മറുപടി എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും എന്നാണ്. 33-ാമത്തെ വാക്യത്തിൽ നമുക്കത് വായിക്കുവാനായി കഴിയും. ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ
ഭയചകിതരായി നിൽക്കുന്ന ഒരു കൂട്ടത്തോട് അല്ലെങ്കിൽ ഒരു ദൈവഭൃത്യനോട് അവിടുന്ന് പറയുവാനുള്ളത്, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും എന്നുള്ള ആ വലിയ അനുഭവ പാഠമാണ്. കാരണം എന്താണ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാനായി കഴിയും. കുറേ കൂടെ നാം മുൻപോട്ട് വരുമ്പോൾ അവരോടുള്ള ബന്ധത്തിൽ തന്നെ മോശ മരിച്ചു കഴിഞ്ഞ് ലീഡർഷിപ്പിലേക്ക് വന്ന ജോഷുവയുടെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലാണ്. കാരണം എന്താണെന്നറിയാമോ? അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ എന്നാണ്. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ എന്താണെന്നറിയാമോ? കാരണം അവർ മിസ്രൈമിൽ നിന്ന് 140 വർഷം യാത്ര ചെയ്ത് യോർദാന്റെ തീരത്ത് എത്തിയിരിക്കുകയാണ്. ഇനി യോർദാൻ ഒന്ന് കടന്നാൽ മതി, വാഗ്ദത്ത ഭൂമിയിലേക്ക് അവർ പ്രവേശിക്കും. അവിടെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ടുണ്ട്. ആ യോർദാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്ന ജനത്തോട് അവരുടെ പ്രമാണികൾ പറയുന്നത്, നിങ്ങൾ ഈ വഴിക്ക് മുൻപേ പോയിട്ടില്ലല്ലോ എന്നാണ്. വളരെ വാസ്തവമായൊരു കാര്യമായിരുന്നു. ഇന്ന് നമ്മളുടെ ഈ കുഞ്ഞുങ്ങളായിരിക്കുന്ന പ്രിയ സാമിനോടും പ്രിയ ഖസിയോടുമുള്ള ബന്ധത്തിലും അതുതന്നെയാണ് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു വഴിയിൽ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. ഒന്ന് അവൻ്റെ ആത്മീയ ജീവിതത്തിലുള്ള ബന്ധത്തിലാണ്. അത് അവൻ്റെ രക്ഷാ നിർണയം പ്രാപിക്കുന്ന സമയമാണ്. രക്ഷിക്കപ്പെടുന്ന ദിവസം അതവൻ്റെ ജീവിതത്തിൽ അല്ലെ അവളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാനാവാത്ത അനുഭവം നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് അവരുടെ ഏതൊരുവൻ്റെയും വിവാഹ ദിവസം എന്നുള്ളത്. അത് ഭൗമികമായ കാര്യമാണെങ്കിൽ മറ്റേത് ആത്മീയമായ കാര്യമാണ്. ഭൗമികമായ കാര്യത്തിൽ അവരുടെ അവളുടെ വിവാഹ ദിവസം അവൾക്കൊരിക്കലും മറക്കുവാൻ കഴിയില്ലാത്ത ഒരു കാര്യമാണ്. വാസ്തവത്തിൽ അവിടെയാണ് ഈ വാക്യത്തിൻ്റെ പ്രസക്തി. നിങ്ങൾ ഈ വഴിക്ക് മുമ്പേ പോയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ പുതിയ വഴികളാണ് മുൻപിൽ കാണുന്നത്, പുതിയ അനുഭവങ്ങളാണ് മുൻപിൽ കാണുന്നത്. പുതിയ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഉണ്ടായെന്ന് വരാം. അപ്പോൾ തന്നെ പുതിയ പ്രശ്ന പരിഹാരവും അവിടെ ഉണ്ടായി എന്ന് വരാം. വാസ്തവത്തിൽ ഇതെല്ലാം ദൈവം നമുക്ക് അറിഞ്ഞ് നൽകുന്നതാണ്. ഈ വഴിക്ക് നിങ്ങൾ പോയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ മറുവശത്ത് കേൾക്കുവാൻ കഴിയുന്ന ഇമ്പകരമായ ശബ്ദം, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരുമെന്നാണ്. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ മാത്രമല്ലല്ലോ, ഒരുപക്ഷെ വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ കേൾക്കുവാൻ കഴിയുന്നത് എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരുമെന്നാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച നിങ്ങൾ വിവാഹിതരായി കഴിയുമ്പോൾ ഓരോരോ ജീവിത അനുഭവങ്ങൾ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഇത് നിങ്ങൾക്ക് ഏറ്റവും വലിയ മാർഗനിർദ്ദേശം നൽകുന്ന വചനമായി ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, വിവാഹം എന്നുള്ളത് ദൈവം തന്നെ ദൈവത്താൽ സംസ്ഥാപിതമായ ഒരു സംഗതിയാണ്, ഒരു ശുശ്രൂഷയാണ്. എല്ലാം നല്ലത് എന്ന് കണ്ടവൻ നല്ലതല്ലാത്തതായി കണ്ട ഒരേ ഒരു കാര്യം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. അങ്ങനെ നല്ലതല്ലാത്ത ഒരു കാര്യം ദൈവം തമ്പുരാൻ കണ്ടതുകൊണ്ട് അവന് തക്കതായ ഒരു തുണയെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അവിടെ തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായി കഴിയുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു വിഷയമാണ് ഞാൻ തക്കതായ ഒരു തുണയെ അവന് ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ ദൈവം നൽകുന്ന വലിയൊരു ദാനമാണ് ഭാര്യ എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയാം,
പക്ഷി മൃഗാദികൾ അവർക്കെല്ലാം ഇണയുണ്ട്. പക്ഷികൾ പ്രാക്കൾ പറക്കുമ്പോൾ അല്ലെങ്കിൽ അവർ കൂടുവെച്ചിരിക്കുമ്പോൾ അതിന് ഇണയെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. മൃഗങ്ങളാണെങ്കിലും അതിന് ഇണകളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇണയെ അല്ല ദൈവം നൽകുന്നത്. മനുഷ്യന് നൽകുന്നത് എന്താണെന്നറിയാമോ? തക്കതായ ഒരു തുണയെയാണ് നൽകുന്നത്. ഇവിടെ സാം ഇതുവരെ ഒരു തുണയില്ലാത്തവൻ, മാതാപിതാക്കന്മാരുണ്ടെന്നുള്ളത് ശരിയാണ്, ബന്ധുമിത്രാദികളുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ തക്കതായ ഒരു തുണ ഇല്ലാത്തവനായിട്ടായിരുന്നു ഇത്രയും നാൾ കഴിഞ്ഞിരുന്നത്. എന്നാൽ അടുത്ത തിങ്കളാഴ്ച മുതൽ കെസിയ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അന്നു മുതൽ അവന് തക്കതായ ഒരു തുണയെ ദൈവം തന്നെ ദാനം ചെയ്യുവാനായി തുടങ്ങുകയാണ്. ഞാൻ എൻ്റെ അനുഭവം ഓർക്കുകയായിരുന്നു. ഒരു തുണ എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തക്ക സഹായിയായി, തക്ക ഒരു വലിയ കൂടെ നിൽക്കുന്നവളായിട്ട് ഉള്ള ഒരു തക്ക തുണയാണ് ഓർക്കുവാൻ കഴിയുന്നത്. നമുക്കറിയാം, എൻ്റെ ജീവിതത്തിൽ 44 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ തുണയെ കർത്താവ് എനിക്ക് നൽകിയത്. കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് തുണ അവളുടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ 29 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ജോലിയിൽ രാജിവെച്ച് വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോഴും ആ തുണ എനിക്കൊരു വലിയ സഹായമായിരുന്നു. അതായത്, ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ ഇടയിലാണല്ലോ പ്രവർത്തിക്കുന്നത്. അവർക്ക് ദൈവവചനമാകുന്ന പാഠങ്ങൾ എടുക്കുമ്പോൾ അവസാനത്തിൽ രക്ഷിക്കപ്പെടുവാൻ താല്പര്യമുള്ളവരോട് ആ കാര്യത്തിന് വേണ്ടി ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് എഴുന്നേൽപ്പിച്ച് നിൽക്കുകയോ കൈ ഉയർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവരെ അങ്ങനെ പറഞ്ഞു വിടുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. അവർക്ക് വീണ്ടും ക്ലാസ്സുകൾ എടുക്കണം, അവരെ കൗൺസിൽ ചെയ്യണം. അങ്ങനെയുള്ള അവസരത്തിൽ ഞാൻ ക്ലാസ്സിലെടുത്ത് രക്ഷയ്ക്ക് വേണ്ടി രക്ഷിക്കപ്പെടുവാൻ താല്പര്യമുള്ളവരെ കണ്ടെത്തി അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തി കഴിയുമ്പോൾ അവരെ കൗൺസിൽ ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് എൻ്റെ ഭാര്യ ചെയ്തിരുന്നത്. അതൊരു വലിയ ശുശ്രൂഷയായിരുന്നു. അനേക കുഞ്ഞുങ്ങളെ ആ നിലയിൽ കർത്താവിലേക്ക് നയിക്കുവാൻ അവൾക്ക് ഇടയായിട്ടുണ്ട്. അത് ഒരു തക്ക തുണയുടെ ജോലിയാണ്. അത് ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല, മറ്റനേക വിഷയങ്ങളിൽ, നമ്മുടെ ഭൗമിക കാര്യങ്ങളിലും അത് ഏറ്റവും അനുഗ്രഹീതമായ ഒരു കാര്യമായിട്ട് ഇരിക്കുകയാണ്. തക്ക തുണയെ കർത്താവാണ് നൽകുന്നത്. കെസിയയെ സാമിന് നൽകിയിരിക്കുന്നത് വലിയവനായ ദൈവമാണ്. ആ ബോധ്യത്തോടുകൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ അടുത്ത തിങ്കളാഴ്ച മുതൽ വലിയവനായ ദൈവം ഇടയാക്കുമാറാകട്ടെ. അപ്പോൾ തന്നെ കെസിയയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത് ആരെയാണെന്നറിയാമോ? ആരെ എന്നുള്ളതിനേക്കാൾ നാം പല പ്രാവശ്യം കേട്ടതുപോലെ രൂത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ഒരു വിശ്രാമ സ്ഥലം എന്നാണ് അവിടെ പറയുന്നത്. ഒരു റിയൽ റെസ്റ്റ് ഹൗസ് എന്നാണ് അവിടെ പറയുന്നത്. ഒരു സെക്യൂരിറ്റി പ്ലേസ് എന്ന് വേണമെങ്കിലും പറയുവാനായിട്ട് കഴിയും. അങ്ങനെ എല്ലാ നിലയിലും ഒരു വലിയ വിശ്രാമ സ്ഥലമായി സാം തിങ്കളാഴ്ച മുതൽ കെസിയയുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. വാസ്തവത്തിൽ എത്രയോ അനുഗ്രഹീതമായൊരു കാര്യമാണെന്നറിയാമോ? ഇതുവരെ ഇല്ലാതിരുന്ന ഒരു വലിയ വിഷയത്തിലേക്ക് അവർ രണ്ടുപേരും കടന്നു വരികയാനായിട്ട് തുടങ്ങുകയാണ്. തക്ക തുണയും അതുപോലെ തന്നെ വിശ്രാമ സ്ഥലവും. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയ, വളരെ ഉത്തരവാദിത്വം നിറഞ്ഞ, വളരെ വളരെ പ്രായോഗികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജീവിതമാണ് കുടുംബജീവിതം എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ രണ്ടു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളും ചുമതലകളും നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ നമുക്കറിയാം. അതൊന്ന് വായിച്ച് മാത്രം വിടുവാൻ ആഗ്രഹിക്കുക. കൊലോസ്യ ലേഖനത്തിൽ
3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഭാര്യയെ എങ്ങനെ ആയിരിക്കണം എന്നവിടെ പറയുകയാണ്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാം വണ്ണം കീഴടങ്ങുകയും. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഒരുപക്ഷേ വിദ്യാഭ്യാസം കൊണ്ട് ഭാര്യ ഒരുപടി മുൻപിൽ വന്നെന്നിരിക്കട്ടെ, നല്ല ജോലി, ശമ്പളം, ഒരുപക്ഷേ ഒരു സ്റ്റെപ്പോടെ മുന്നോട്ട് പോയി എന്നിരിക്കട്ടെ, അതെല്ലാം അവിടെ ഇരിക്കട്ടെ, മൗനമായി ഇരിക്കട്ടെ. പക്ഷേ ഭർത്താവിനെ കീഴടങ്ങുന്നതിൽ, ഭർത്താവിനോട് വിധേയത്വം പാലിക്കുന്നതിൽ ഈ ഉദ്യോഗമോ ഈ വിദ്യാഭ്യാസമോ ഈ ഡിഗ്രിയോ യാതൊന്നും തന്നെ മുഖാന്തരമായി തീരരുത് എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ തന്നെ ഭർത്താക്കന്മാരോട് അവർക്കുള്ള ഉത്തരവാദിത്വം പറയുന്നുണ്ട്. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ എന്നാണ് അവരോട് പറയാൻ. സ്നേഹം അല്ലാതെ വേറെ ഒന്നിനും കുടുംബജീവിതത്തിൽ സ്ഥാനമില്ല. ചില ഭർത്താക്കന്മാരുടെ വിചാരം അവൾ എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് കാണിച്ചാൽ അവളെ മർദ്ദിച്ച് അവശയാക്കി അവളെ എങ്ങനെയെങ്കിലും അങ്ങ് നേടാം എന്നാണ്. അവൻ്റെ ബലം കാണിച്ച്, അവൻ്റെ ആ വലിയ ആക്രോശം കാണിച്ച് അവളെ ഭയപ്പെടുത്തി കീഴടക്കാമെന്നാണ്. ഒരിക്കലും ദൈവവചനം എന്നെ അനുവദിക്കുന്നില്ല. മർദ്ദനം ഒരിക്കലും പാടില്ല, ഉപദ്രവം ഒരിക്കലും പാടില്ല. സ്നേഹം മാത്രമാണ് ഒരു ഭാര്യയോട് കാണിക്കുവാൻ കഴിയുന്ന സ്വഭാവം എന്നുള്ളത് നാം ഓർക്കണം. പ്രിയ സാമിന് ആ നിലയിൽ, അനുഗ്രഹീതമായ നിലയിൽ അത് പാലിപ്പാൻ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ഇടയാകുമാറാകട്ടെ. പ്രിയ കസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രിയ കസിയെയും ഭർത്താവിനെ, സാമിനെ ഉചിതമാം വണ്ണം കീഴടങ്ങി ജീവിപ്പാൻ വലുവനായ ദൈവം നിങ്ങൾക്ക് ഇടയാക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നിങ്ങളുടെ മാതാപിതാക്കന്മാർ വിവാഹം കഴിയുമ്പോൾ മാതാപിതാക്കന്മാരാണ് നിങ്ങളെ വളർത്തി വലുതാക്കിയതെന്നുള്ള ചിന്ത ഒരിക്കലും നഷ്ടപ്പെടുവാൻ പാടില്ല. ഇരുഭാഗത്തുമുള്ള മാതാപിതാക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, വളരെ അധ്വാനിച്ചിട്ടുണ്ട്, വളരെ കരഞ്ഞിട്ടുണ്ടാവാം, വളരെ ഭാരപ്പെട്ടിട്ടുണ്ടാവാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അവരുടെ മരണം വരെ അവരെ ദുഃഖിപ്പിക്കുന്ന ഒരനുഭവം ഉണ്ടാകുവാൻ ഇടയാകരുത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇന്ന് ഇവിടെ നടന്ന ഈ ശുശ്രൂഷ വേറൊരു വലിയ വിവാഹത്തെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് ഞാൻ പറയട്ടെ. ഒരു വലിയ വിവാഹം നടക്കുവാൻ പോവുകയാണ്. ആരാണ് മണവാളനറിയാമോ? കർത്താവായ യേശു ക്രിസ്തു. ആരാണ് മണവാട്ടി? സഭയാം കാന്ത. ആ നിലയിലുള്ള കുഞ്ഞാടിൻ്റെ കല്യാണം നടക്കുവാൻ പോവുകയാണ്. ആ വിവാഹത്തിൽ സഭയായിരിക്കുന്ന, അതായത് രക്ഷിക്കപ്പെട്ട യേശു കർത്താവിനെ സ്വന്തം കർത്താവുമായി അംഗീകരിച്ച ഏവരും സഭയുടെ അംഗങ്ങളാണ്. അതാണ് കർത്താവിൻ്റെ മണവാട്ടി. ആ വിവാഹത്തിൽ അത് നടക്കുവാൻ തുടങ്ങിയാണ്. അതിൽ ഈ യേശു ക്രിസ്തുവിൽ പങ്കില്ലാത്തവർക്ക് അതിൽ ഒരിക്കലും കർത്താവിൻ്റെ മണവാട്ടി എന്നുള്ള സ്ഥാനത്ത് നിൽപ്പാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഇതുവരെയും യേശു കർത്താവിനെ രക്ഷിതാവായി അംഗീകരിച്ച് ഒരു ദൈവ പൈതലായി തീർന്നിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടേ എന്ന് വരിയിൽ അവർക്ക് ഇന്ന് അതിനുള്ള ഒരു അവസരമുണ്ട്. യേശു കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എനിക്ക് വേണ്ടി അവിടെ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ട് അവിടുത്തെ സന്ദർശാവും കർത്താവുമായി അംഗീകരിച്ച് അവിടുത്തെ മക്കളായി തീരും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും ഈ മണവാട്ടിയാകുന്ന ആ സഭയുടെ അംഗങ്ങളായി മാറുവാൻ കഴിയും, ദൈവമക്കളായി തീരുവാൻ കഴിയും. ആ യേശു ക്രിസ്തു ഇനിയും വരുമ്പോൾ ആ വരവിങ്കിൽ നിങ്ങൾക്കും പങ്കുള്ളവരായി തീരുവാനായി സാധിക്കും. ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നവരിൽ അങ്ങനെ അല്ലാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ തീരുമാനം ചെയ്തുകൊണ്ട് കടന്നു പോകുവാനായിട്ട് ഇടയാക്കുമാറാകട്ടെ.
എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയ സാമിനെയും പ്രിയ ഖസിയെയും വലുവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഒരു വിശുദ്ധ കുടുംബജീവിതം നയിച്ച് മുൻപോട്ട് പോകുവാൻ വലുവനായിരിക്കും ദൈവം എല്ലാവിധമായ കൃപകളും ധാരാളമായി ചൊരിഞ്ഞു കൊടുത്ത് അവരെ സഹായിക്കട്ടെ. ഈ നിലയിൽ എന്നെ ക്ഷണിച്ചതിൽ എൻ്റെ ഹൃദയമായ സ്നേഹവും നന്ദിയും പ്രിയ കുടുംബങ്ങളോടും അതേപോലെ തന്നെ പാറമേൽ ബ്രദർ ക്രിസ്ത്യൻ ചർച്ചിനോടുമുള്ള ആ നന്ദിയും അറിയിച്ച് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കും. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുത്തെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും ആവശ്യമാർന്ന പോഷണമാണല്ലോ ദൈവവചനം. ആ തേനിലും തേൻകിട്ടേക്കാൾ മാധുര്യമുള്ള വചനം ദൈവദാസനിൽ കൂടി കേൾക്കുവാൻ, പ്രത്യേകിച്ച് അത് നിയുക്ത വധൂവരന്മാർക്കും സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും അത് തുടർന്നുള്ള നാളുകൾ പ്രയോജനത്തിന് കാരണമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്ന് കൃതജ്ഞത അറിയിപ്പിക്കുന്ന ഉത്തരവാദിത്വമാണ്. അതിനെ ഞാൻ സഹോദരൻ ബ്രദർ ജിജു കുറുവമ്പ്ലാവിനെ ക്ഷണിച്ചോളൂ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത വിഷയമായിരുന്നല്ലോ പ്രിയ മകൻ സാമിൻ്റെയും അതുപോലെ തന്നെ കെസിയയുടെയും വിവാഹത്തോടനുബന്ധിച്ചുള്ള ഈ എൻഗേജ്മെൻറ്റിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ന് വലിയവനായ ദൈവം അതിന് കൃപ നൽകി. അതോർത്ത് ദൈവനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് ഈ ശുശ്രൂഷയും ഈ നിലയിൽ അനുഗ്രഹത്തോടെ പര്യവസാനിപ്പിക്കുവാൻ ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ സാമിൻ്റെ ഭവനത്തിൽ കല്ലടയിൽ നിന്നും അവിടെ നിന്നും സഹോദരന്മാർക്ക് യാത്ര ചെയ്ത് വരുവാൻ ഇടയാക്കി, തക്ക സമയത്ത് ഇവിടെ കടന്നു വരുവാൻ ഇടയാക്കി. അതുപോലെ തന്നെ ഇവിടെ പുല്ലാട്ടുനിന്നും ഉള്ള സഹോദരന്മാർക്കും സഹോദരിമാർക്കും അവർക്കും തക്ക സമയത്ത് ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവനാമത്തിന് എല്ലാ നന്ദിയും സ്തോത്രവും സ്തുതിയും കരയേറ്റുകയാണ്. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ഈ സദസ്സിന് അവർ നന്ദി പറയുക എന്നുള്ളതാണല്ലോ. ആദ്യമായിട്ട് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിട്ടിരുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരൻ PK ബാബു ചായന് ഞങ്ങളുടെ നന്ദിയെ അറിയിച്ചു കൊള്ളുന്നു. പ്രിയ സഹോദരൻ ഞങ്ങളുടെ സഭയിലെ എൽഡർമാരിൽ ഒരു ആളാണ്. പ്രിയ സഹോദരന് ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുവാനുള്ള ദൈവകൃപ നൽകി സഹായിച്ചു. ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിയ സഹോദരനോടും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദിയെ അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് ദൈവവചനവുമായിട്ട് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നത് പ്രിയ സഹോദരൻ ഏബ്രാം തോമസ് ആണ്. ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. കഴിഞ്ഞ ഏറിയ നാളുകളായി സഹോദരൻ കർത്താവിൻ്റെ മഹത്വമായ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. പുല്ലാട്ടും പരിസര പ്രദേശങ്ങളിലും ഉള്ള സഹോദരങ്ങൾക്ക് അത് നന്നായിട്ട് അറിയാവുന്നതാണ്. പ്രിയ സഹോദരൻ ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വരുവാനും അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിൽ നിന്നും പങ്കുവെക്കുവാനും വലിയവനായ ദൈവം സഹായിച്ചു. പ്രിയ സഹോദരനോട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദിയെ ഈ തരുണത്തിൽ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മളെ പ്രാർത്ഥനയിൽ സഹായിച്ച 2 സഹോദരങ്ങളുണ്ട്. പ്രിയ സഹോദരൻ ജോൺ വർഗീസും അതുപോലെ തന്നെ കല്ലട അസംബ്ലിയിൽ നിന്ന് വന്ന ഇവാഞ്ചലിസ്റ്റും. അവരെ 2 പേരെയും ഓർത്ത് ദൈവനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ അവർക്കുള്ള നന്ദിയെയും ഈ തരുണത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഈ ശുശ്രൂഷ ഇന്നിവിടെ നടന്നത് പാറമേൽ ബ്രദറൻ ക്രിസ്ത്യൻ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിലാണ്. ഈ സഭയിലെ എല്ലാ സഹോദരന്മാരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി തരികയും പ്രത്യേക ഇന്നത്തെ ഈ മീറ്റിംഗ് എത്ര ഭംഗിയായിട്ട് ചുമതലയോടുകൂടി ചെയ്യുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. സഹോദരങ്ങളോടുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ കല്ലട വെസ്റ്റ് ബ്രദറൻ അസംബ്ലി ഈ വിവാഹത്തിൻ്റെ ആലോചന തുടങ്ങിയ സമയം മുതൽ
ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിത്തരികയും അതുപോലെ തന്നെ സഹകരിക്കുകയും ചെയ്തു. അവരോടുള്ള നന്ദിയെയും ഈ തരുണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ ഇരു ഭവനങ്ങളുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്ന ഞങ്ങളുടെ എല്ലാ ബന്ധുമിത്രാദികളെയും ഈ സമയത്ത് ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്നേഹിതന്മാർ, അതുപോലെ തന്നെ സാമിൻ്റെയും കെസിയായുടെയും കൂട്ടുകാർ, അവരുടെ കൂടെ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ, അവരെ എല്ലാം ഓർത്ത് ദൈവനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുകയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദിയെ അറിയിക്കുകയും ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഇവിടെ ഗാനങ്ങൾ പാടിയത് സഹോദരൻ ജെയ്സൺ കൊട്ടാരക്കരയാണ്. സഹോദരനോടും ടീമിനോടുമുള്ള നന്ദിയെ ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകാൽ പ്രിയ ജെയ്സണിനെ പറ്റി ഒരു വാക്ക് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഏറിയ നാളുകളായി കർത്താവിൻ്റെ മഹത്വമായ ശുശ്രൂഷയിൽ താൻ പ്രവർത്തിക്കുന്നു. പ്രിയ സഹോദരൻ കെസിയയുടെ അമ്മച്ചൻ്റെ മകനാണ്. ഒരാങ്ങളയുടെ സ്ഥാനമാണ് പ്രിയ സഹോദരനുള്ളത്. ഞാൻ ഇന്നലെ കെസിയോട് ചോദിക്കുകയുണ്ടായി, ജെയ്സണോട് നന്ദി പറയണമെന്ന്. കാരണം പെങ്ങടെ ഈ വിവാഹത്തിൻ്റെ എൻഗേജ്മെൻറ്റിന് കടന്നു വന്ന് മൂത്താങ്ങള പാടിയതിന് സഹോദരന് നന്ദി പറയണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം കെസിയ പറഞ്ഞു പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സഹോദരന് നന്ദി പറയുകയാണ്. സഹോദരനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇവിടെ വീഡിയോഗ്രാഫി ചെയ്യുന്നത് റയാൻസ് എലന്തൂരാണ്. പ്രിയ ജോയച്ചാനോടും ടീമിനോടും ഉള്ള ഞങ്ങളുടെ നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ കാൽനടയിൽ നിന്നും കടന്നു വന്ന സഹോദരങ്ങൾ ഇവിടെ വീഡിയോഗ്രാഫി ചെയ്യുന്നുണ്ട്. അവരോടും ഞങ്ങളുടെ നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ സെഹിയോൻ മർത്തോമ ചർച്ചിൻ്റെ ഓഡിറ്റോറിയമാണ് നമുക്ക് ഈ ഫെസിലിറ്റി നമുക്ക് ഈ നിലയിൽ ലഭിക്കുവാനിടയായത്. അത് ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന അതിൻ്റെ അധികാരികളോട് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഞങ്ങൾ നന്ദിയെ അറിയിക്കുന്നതിൽ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കേറ്ററിംഗ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ദോസ് കേറ്ററിംഗ് എന്ന് പറഞ്ഞ ഒരു ടീമാണ്, പ്രിയ ജോജി ആൻഡ് ടീം. അവരോട് ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് തുടർന്നും നമുക്ക് ഈ കുടുംബത്തെ പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രത്യേകാൽ തിങ്കളാഴ്ച നടക്കുന്ന വിവാഹ ശുശ്രൂഷയെ ഓർത്തും നമ്മൾക്ക് പ്രാർത്ഥിക്കാം. എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും ഒരുക്കി തന്ന നമ്മുടെ വലിയവനായ ദൈവത്തിന് എല്ലാ സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്നും ഞാൻ വിരമിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു ബ്രദർ. തുടർന്ന് കൺക്ലൂഡിങ് പ്രെയർ ആൻഡ് ബെനഡിക്ഷനാണ്. അതിനായിട്ട് പാർമേൽ ബ്രദറൻ ക്രിസ്ത്യൻ ബ്രദറിൻ്റെ അസംബ്ലിയുടെ എൽഡറാകുന്ന മാത്യു ജോണിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ മധ്യാഹ്ന സമയത്തിനായിട്ട് അടിയങ്ങൾ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, അടിയങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെയും അവിടുത്തെ സാന്നിധ്യം, അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഇരുന്ന അവിടുത്തെ വൻ കൃപകൾക്കായി നന്ദിയോടുകൂടി സ്തോത്രം കർത്താവേ. ഈ പകൽക്കാലം കർത്താവേ, അടിയങ്ങളുടെ സഹോദരി കർത്താവെ കെസിയയുടെയും പ്രിയ സാമിൻ്റെയും വിവാഹ നിശ്ചയിച്ചോടനുബന്ധിച്ചാണല്ലോ കർത്താവെ അടിയങ്ങൾ ഇവിടെ ആയിരുന്നത്. കർത്താവെ, ഈ രണ്ട് കുഞ്ഞുങ്ങളെയും അടിയങ്ങൾ അവിടുത്തെ സന്നിധി സമർപ്പിക്കുന്ന കർത്താവെ, അവർ പഥ്യോപദേശത്തിൽ വളരുവാനും കർത്താവിൻ്റെ വചനത്തിലും അവൻ്റെ അമിതബലത്തിലും വിശ്വസിച്ചാശ്രയിച്ച് ജീവിപ്പാനും ഈ കുഞ്ഞുങ്ങളെ അവിടുന്ന് ഒരുക്കിയ കൃപകൾക്കായി സ്തോത്രം കർത്താവെ. ഇവരെ വളർത്തിയ അവരുടെ മാതാപിതാക്കളെ രണ്ട് കുടുംബങ്ങളെയും ഓർത്ത് അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്കും കൊടുത്തിരിക്കുന്ന എല്ലാ പ്രത്യാശയ്ക്കായിട്ടും അടിയങ്ങൾ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കർത്താവെ. അടിയങ്ങളുടെ ഇരു സഭകളെയും ഓർത്തടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കുഞ്ഞുങ്ങളെയൊക്കെയും നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാൻ അവിടുന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തുന്ന കൃപകൾക്കായി നന്ദിയോടുകൂടി അടിയങ്ങൾ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കർത്താവെ. കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരങ്ങളെയും ഓർത്ത് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ആത്മീയ പ്രത്യാശയ്ക്കായിട്ട് അടിയങ്ങൾ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കർത്താവെ. നിശ്ചയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുവാൻ അവിടുന്ന് സഹായിച്ചുവല്ലോ
കർത്താവെ 26-ാം തീയതി കർത്താവെ കന്നഡയിൽ വെച്ച് നടക്കേണ്ട വിവാഹത്തെ ഓർത്ത് അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ അവിടെ ലഭിക്കുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കന്നഡ അസംബ്ലിയെ അതിനായിട്ട് അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ എല്ലാവരെയും കൂട്ടിവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലാവസ്ഥ അടിയങ്ങൾക്ക് ദാനമാക്കി തന്ന കൃപകൾക്കായി സ്തോത്രം. കൃപയിൽ അടിയങ്ങളെ എല്ലാവരെയും പരിപാലിച്ച അവിടുത്തെ വൻ കൃപയ്ക്കായി അടിയങ്ങൾ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ദൂത് ലഭിക്കുവാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കിയ കൃപകൾ ഓർത്ത് അടിയങ്ങൾ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവെ മെസ്സേജ് ദാനം ചെയ്ത ഷെയർ ചെയ്ത പ്രിയ സഹോദരനെ ഓർത്ത് അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കേട്ട വചനങ്ങൾ കുഞ്ഞുങ്ങൾക്കും അടിയങ്ങൾക്കും എല്ലാവർക്കും പ്രയോജനകരമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകളാലും അടിയങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ അടിയങ്ങളെ ഓരോരുത്തരെയും പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ വൻ കൃപയ്ക്കായിട്ട് അടിയങ്ങൾ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ആത്യന്തികമായി അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങളായിരിക്കുമ്പോൾ അടിയങ്ങൾക്ക് ഓർക്കുവാനുള്ളതൊന്നു മാത്രമാണ്. അവിടുന്ന് അടിയങ്ങൾക്ക് ചെയ്ത വലിയ ഉപകാരങ്ങളെ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് അവിടുത്തെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുവാൻ തക്കവണ്ണമുള്ള പൂർണ്ണ പ്രത്യാശയോടുകൂടി ആയിരിക്കാൻ അവിടുന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകൾക്കായും സ്തോത്രം. എല്ലാ നന്മകൾക്കായും അടിയങ്ങൾ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. സകല മാനവും മഹത്വവും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. അടിയങ്ങൾക്ക് വേണ്ടി ജീവമിച്ച യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം അടിയങ്ങളോടും അടിയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടംപെട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടും വിശിഷ്യ 26-ാം തീയതി നടക്കുന്ന വിവാഹ ശുശ്രൂഷയും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ഇപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി ബ്രദർ തങ്കച്ചൻ അവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഇവിടെ നടക്കുവാനായിട്ട് കർത്താവ് സ്വർഗത്തിലെ ദൈവം നമുക്ക് സഹായമായി നിന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അതൊക്കെ നടത്തി ഇനി നമുക്ക് ആഹാരം കഴിക്കുവാനുള്ള സാവകാശം ആണ് ഇനിയുള്ളത്. എല്ലാം കർത്താവിൻ്റെ ഹിതമനുസരിച്ച് അത് നടത്തി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തുടർന്നുമായിരിക്കാൻ പ്രാർത്ഥനയോടെ നമുക്ക് പ്രാർത്ഥിക്കാം, ഓർക്കാം. തുടർന്നും വിവാഹ ബന്ധത്തോടുള്ള ബന്ധത്തിലും നമുക്ക് തുടർന്ന് പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ആഹാരം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം കഴിച്ച് ബലപ്പെട്ട് തിരുനാമ മഹത്വത്തിനായി ജീവിപ്പാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകണമെന്ന് കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്തുള്ള നാമത്തിൽ തന്നെ ആമേൻ. more.
You're the night, you're the color of my blood. You're the cure, you're the pain. You're the only thing I wanna touch. Never knew that it could mean so much, so much. You're the fear, I don't care, 'cause I've never been so high. Follow me through the dark, let me take you past the satellites. You can see the world you brought to life, to life. So love me like you do, la la, love me like you do. Love me like you do, la la, love me like you do. Touch me like you do, ta ta, touch me like you do. What are you waiting for? Fading in, fading out, on the edge of paradise. Every inch of your skin is a holy grail I've gotta find. Only